ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഒരു വീടും അതിന് ചുറ്റുള്ള പുരയിടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫെവിക്കോളും വാട്ടർ മിക്സ് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒന്ന് കുപ്പി മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കുപ്പി നല്ലവണ്ണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആക്രിലിക് ബ്ലാക്ക് മുഴുവനായി അടിച്ചു കൊടുക്കാം. കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഉണങ്ങാൻ വെക്കാം. ഇനി കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഇതുപോലത്തെ 2 പീസും സ്ക്വയർ 4 പീസും കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം കുപ്പിയിലേക്ക് ഒടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലുള്ള കുഞ്ഞു കല്ലുകളാണ്. അത് കഴുകി ഉണക്കി കുപ്പിയിലേക്ക് ഒടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുഴുവനായി ആക്രിലിക് ബ്ലാക്ക് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഉണങ്ങാൻ വെക്കാം. ഇനി കുപ്പിയുടെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ജൂട്ട് ത്രെഡ് എടുക്കാം. അത് എല്ലാം ഒരേ ലെവലിൽ കുറച്ചെണ്ണം മുറിച്ചെടുക്കാം ഇതുപോലെ. ഇനി അതിനെ ഒന്ന് വിടർത്തി കൊടുക്കാം. ചീർപ്പോ കയ്യോ വെച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാം. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി അതെല്ലാം ഒരുമിച്ച് വെച്ച് അതിൻ്റെ മുകൾ വശം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അത് നല്ലപോലെ വിടർത്തി കൊടുക്കാം. അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുപ്പിയുടെ മുകൾ ഭാഗം എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ജൂട്ട് ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോഴേക്കും ബോട്ടിൽ നേരത്തെ കളർ ചെയ്ത് വെച്ച് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് കോപ്പർ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്ക് നേരത്തെ മുറിച്ചെടുത്ത കാർഡ്ബോർഡ് പീസിലേക്ക് ബ്രൗൺ കളർ അടിച്ചെടുക്കാം. അതിനുശേഷം ഗോൾഡ് കളർ ഉപയോഗിച്ച് ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച മേൽക്കൂര കുപ്പിയുടെ വായുഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ വീട് റെഡി ആയിട്ടുണ്ട്. ഇനി വീട് വെക്കാനുള്ള സ്ഥലം കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടി കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. 2 കാർഡ്ബോർഡ് ഒരു എളുപ്പത്തിൽ മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം, ഒന്ന് ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുഞ്ഞു പോപ്പ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് വേലി പോലെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പോപ്പ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് തന്നെ ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈർക്കിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേലി പോലെ ചുറ്റും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ മുഴുവനായി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെയോ അല്ലെങ്കിൽ പൗഡറിൻ്റെ ബോട്ടിലോ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രൗൺ കളർ കൊടുത്ത് ഉണങ്ങാൻ വെക്കാം. അതിനുശേഷം ഇതുപോലത്തെ 3 മരക്കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നേരത്തെ ബ്രൗൺ കളർ കൊടുത്ത് വെച്ച ബോട്ടിലേക്ക് ഇതുപോലത്തെ ഡിസൈൻ വരച്ചെടുക്കാം. അതിനുശേഷം കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മരക്കഷണം ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ കളർ വൂളൻ ത്രെഡ് എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായി മുറിച്ചെടുക്കാം ഇതുപോലെ. എന്നിട്ട് കാർഡ്ബോർഡിലേക്ക് ഫെവിക്കോൾ തേച്ച് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ മുഴുവനായി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.